തുടരുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി മുസ്തഫ ഇപ്പോൾ ബെഫിയുടെ പ്രതിനിധിയൊക്കെ സംസാരിച്ചതുപോലെ ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഏകപക്ഷീയമായി തന്നെ റീജിയണൽ മാനേജർ ഇങ്ങനൊരു തീരുമാനവും നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയായിരുന്നോ? വളരെ കടുത്ത രീതിയിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇദ്ദേഹം അടിച്ചേൽപ്പിക്കുന്നു. ജീവനക്കാരോട് വളരെ മോശമായി തന്നെ പെരുമാറുന്നു. ധിക്കാരപരമായ സമീപനമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നതുൾപ്പെടെ ഇവിടെ ഈ എറണാകുളം റീജിയണൽ വന്നതിന് ശേഷം ഈ തരത്തിലുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. മുമ്പും ഇദ്ദേഹത്തെ പറ്റി വിവിധങ്ങളായ പരാതികളുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളുണ്ട്. എന്തായാലും അവർ തന്ന ഞാൻ ചെറിയ ഒരു പോർഷൻ വായിക്കാം. ഒരു വാർത്താക്കുറിപ്പാണ്. ജീവനക്കാരെ അടിമകളായി കണക്കാക്കുന്ന റീജിയണൽ മാനേജറുടെ നിലപാടുകളോടുള്ള കടുത്ത അമർഷമാണ് ജീവനക്കാരാകെ പ്രകടിപ്പിച്ചത്. ഇതിനിടയിലാണ് ഇദ്ദേഹം എറണാകുളം ആറോയിൽ വന്ന ശേഷം ക്യാന്റീനിൽ ബീഫ് നൽകേണ്ട എന്ന നിർദ്ദേശം നൽകിയ വിവരം റീജിയണൽ ഓഫീസിലെ തന്നെ ചില ജീവനക്കാർ സംഘടനയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇത് ബെഫിയുടെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പാണ്. ജീവനക്കാരോട് ആകെ അപമര്യാദയോടെ പെരുമാറുന്ന അടിമ സമാനരായി സഹപ്രവർത്തകരെ കാണുന്ന ധിക്കാരിയായ റീജിയണൽ മാനേജർ ആഹാര സ്വാതന്ത്ര്യമടക്കം നിഷേധിച്ച നടപടികൾ ചൂണ്ടിക്കാണിക്കാൻ സംഘടന നിർബന്ധിതരാവുകയാണ് ഉണ്ടായത്. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ സംഘടനയുടെ പ്രതിഷേധ ധർണയിലെ ഈ ഭാഗങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ബീഫ് വിഷയം മാത്രമല്ല, ഈ വനിതാ ജീവനക്കാരിയോട് ഇടപെട്ട രീതി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒപ്പം തന്നെ ബീഫ് വിഷയമുണ്ട്. ഒപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലെ പൊതുവായ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ആ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിന് വേണ്ടി സംസ്ഥാനത്ത് ആകെയുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ വളരെ പ്രത്യേകപരമായ ചില ഇടപെടലുകൾ, ചില താല്പര്യങ്ങൾ കൂടി അതിന് പിന്നിലുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നമ്മൾ ആ ബൈറ്റിൽ തന്നെ കേട്ടു. ആ രൂപത്തിലുള്ള ചില ഇടപെടലുകൾ കൂടിയുണ്ട്. ഒപ്പം തന്നെ വനിതാ ജീവനക്കാരോട് അങ്ങേയറ്റം അധിക്ഷേപപരമായി പെരുമാറി എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് വളരെ അടിയന്തരമായി തന്നെ ഇത്തരമുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 27-ന് വൈകിട്ട് അത് ആസൂത്രണം ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ വൈകിട്ട് നമ്മുടെ കൊച്ചി റീജിയണൽ ഓഫീസിൽ MG റോഡിലുള്ള അവിടെ മെട്രോക്ക് മുകളിലെ 3-ാം നിലയിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള ഓഫീസിന് മുന്നിലാണ് ഈ ജീവനക്കാർ ബെഫിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു. അവിടെ ബീഫ് കഴിച്ച് അവർ പ്രതിഷേധിച്ചു. ഒപ്പം തന്നെ ബീഫ് വിളമ്പി. ഇപ്പോഴവർ പറയുന്നത് ഈ സമീപനം തുടർന്നു പോയാൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ വലിയ രൂപത്തിലുള്ള സമര പരമ്പരകൾ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പ്രതിഷേധം കനപ്പിക്കേണ്ടി വരുന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങളാണ് സാധാരണഗതിയിലുള്ള ബാങ്കിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ബാങ്കിന്റെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജീവനക്കാരുടെ പ്രതിഷേധങ്ങൾക്ക് പുറമെ സവിശേഷമായ രണ്ട് പ്രശ്നങ്ങൾ കൂടി ഈ കൊച്ചി റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ഒന്ന്, ഈ ബീഫ് നിരോധനം, ക്യാന്റീനിൽ ബീഫ് വേണ്ട എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത്തതാണ് വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഈ രണ്ട് വിഷയങ്ങൾ വളരെ സവിശേഷമായി തന്നെ ബെഫിയുടെ നേതൃത്വത്തിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു. വളരെ വലിയ സ്വീകാര്യത ജീവനക്കാർക്കിടയിൽ ഈ സമരത്തിന് ഉണ്ടായിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇയാളുടെ സ്വഭാവം സ്ഥിരമായി ഇങ്ങനെ തന്നെയാണ് സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരോട് ഉൾപ്പെടെ അധിക്ഷേപപരമായി സംസാരിക്കുന്നു, പെരുമാറുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ആരും ആരുടെയും അടിമയൊന്നുമല്ലല്ലോ. തീർച്ചയായും ആ രൂപത്തിൽ പക്ഷേ കൂടുതൽ വായിക്കാമെന്ന് തോന്നുന്നു. അതായത് ജീവനക്കാരെ അടിമ സമാനരായി കണക്കാക്കുന്ന കൃത്യമായ പ്രതിഷേധത്തിന്റെ വരികൾ കൂടി അതിനകത്തുണ്ട്. കൃത്യമായി അവർ പറയുന്നുണ്ട്. അതായത് വളരെ വ്യത്യസ്തമായ പല നേരത്തെയുള്ള പ്രശ്നം ഒരു വനിതാ ജീവനക്കാരിയോടാണെങ്കിൽ മറ്റു ചില സഹപ്രവർത്തകർക്കും സമാനമായ രൂപത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരോടും വളരെ ധിക്കാരപരമായി ഒരു റീജിയണൽ ഓഫീസർ എന്നുള്ള തസ്തികയിൽ വന്നതിന് ശേഷം കൊച്ചിയിലുള്ള വിവിധ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ റീജിയന് കീഴിലുള്ള വിവിധ ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ രൂപത്തിലുള്ള പെരുമാറ്റം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആളുകൾ പറയുന്നത്. നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. SS അനിൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് നേരത്തെ മാധ്യമങ്ങളോട് ഈ വിഷയങ്ങൾ പങ്കുവച്ചത് ആ പ്രതിഷേധത്തിന് ശേഷം. അതിനുശേഷം ഫോണിലും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി തന്നെ, ഇടപെടൽ തന്നെ അങ്ങേയറ്റം നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ആരുടെയും അടിമകളല്ല. പക്ഷേ പെരുമാറ്റ രീതി ആ രൂപത്തിൽ തന്നെയാണ്. അങ്ങേയറ്റം അധിക്ഷേപപരമായി ജീവനക്കാരോട് ഇടപെടുന്നു, പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം കലൂരിലുള്ള ഈ കൊച്ചി നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു ബ്രാഞ്ചിലെത്തിയാണ് അവിടെ വളരെ പബ്ലിക്കായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വനിതാ ജീവനക്കാരിയോട് അങ്ങേയറ്റം അധിക്ഷേപപരമായി പെരുമാറിയത്. ആ രൂപത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ആ ജീവനക്കാരി കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയി. അങ്ങനെയാണ് അത് ആ പരാതി ബെഫിയുടെ മുന്നിലേക്ക് തന്നെ വരുന്നത്. സ്വാഭാവികമായി 29-ന് നടത്തേണ്ട പരിപാടി വളരെ നേരത്തെ തന്നെ കനറ ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിന് മുന്നിൽ നടത്താൻ തന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ അവർ നടത്താൻ ഉദ്ദേശിച്ച പരിപാടിക്ക് പുറമെ
വളരെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൂടി മുമ്പേ ഇവിടെ നടത്താനുള്ള കാരണം കൂടിയാണ് ഈ റീജിയണൽ ഓഫീസറുടെ ഇടപെടൽ. അശ്വനി കുമാർ എന്ന് പറയുന്ന അദ്ദേഹം ബീഹാർ സ്വദേശിയാണ്. അദ്ദേഹം വന്നതിന് ശേഷമുള്ള ഇടപെടലുകളിൽ ചില ദുരൂഹതകളുണ്ട്, താല്പര്യങ്ങളുണ്ട് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പൊ സവിശേഷമായ രണ്ട് വിഷയങ്ങൾ കൂടി അവർ എടുത്തു കാണിക്കുന്നത്. അതിനകത്താണ് ഈ വിഷയം, രണ്ട് വിഷയം. ഒന്ന് വനിതാ ജീവനക്കാരിയുടെ അവർ നേരിട്ട മാനസികമായ പ്രശ്നം, ഒപ്പം തന്നെ ഈ ബീഫ് നിരോധനം. ജീവനക്കാരാണ് ആ റീജിയണൽ ഓഫീസിൽ ഉള്ള ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരാറുണ്ട്. പക്ഷേ അവിടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തേക്ക് ബീഫ് വിളമ്പിരുന്നു. എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ബീഫ് ഉണ്ടാകുമായിരുന്നു. അത് ഇനി വേണ്ട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മാനേജർ ബന്ധപ്പെട്ട ആളുകളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനെതിരെ കൂടി ആ ജീവനക്കാരാണ്, അവർ ഈ സംഘടനയിൽ ബഫീൽ അംഗങ്ങളല്ല, റീജിയണൽ ഓഫീസിലെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് ആ ജീവനക്കാരുടെ സംഘടനയിൽ അംഗങ്ങളല്ല. പക്ഷേ അവർ കൃത്യമായി തന്നെ ഈ വിഷയം ബന്ധപ്പെട്ട ആളുകളോട് പറയുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബഫിയുടെ നേതൃത്വത്തിൽ ആ വിഷയം കൂടി ടേക്കപ്പ് ചെയ്ത് വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. അമൃത.